ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സയൻസ് ആൻഡ് ടെക്നോളജി കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യത്തെ ഡിസ്കഷൻ പോയിന്റ് ആണ് സിംഗിൾ വിൻഡോ അപ്രൂവൽ സിസ്റ്റം സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഇന്ത്യസ് നാഷണൽ ഹൈവേ ഓർ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇനിഷ്യേറ്റീവ്. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ കൺട്രിക്ക് ആയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ബാറ്ററിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ബാറ്ററീസ് ചാർജ് ചെയ്യാനായിട്ട് നല്ല ഹൈ കറന്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സേഫ് ആയിട്ടുള്ള ചാർജിങ് പോയിന്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് ചാർജിങ് പോയിന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും പ്രൈവറ്റ് കമ്പനീസ് ആണ്. ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ഈ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ആയിട്ടാണ് നമ്മൾ ഈ സിംഗിൾ വിൻഡോ അപ്രൂവൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദി റെഗുലേറ്ററി ആൻഡ് ബ്യൂറോക്രാറ്റിക് അപ്രൂവൽ ഓഫ് EV ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പേഴ്സൺ ഒരു ചാർജിങ് പോയിന്റ് സെറ്റപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇനി പല ഡിഫറെന്റ് ഓഫീസസിലോ അല്ലെങ്കിൽ പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അപ്രൂവൽ എടുക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു സിംഗിൾ സോഴ്സിൽ നിന്ന് ആവശ്യമുള്ള ഡോക്യുമെന്റേഷനും ആവശ്യമുള്ള അപ്രൂവൽസും സോഴ്സ് ചെയ്യാൻ അലൗഡ് ആണ്. അപ്പോൾ ഈ ഇനിഷ്യേറ്റീവ് ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ മാക്സിമം പോസിബിൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനാണ് നോക്കുന്നത് ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. അടുത്ത ന്യൂസ്, ഇന്ത്യയുടെ FDI ക്യാപ്പ് ഇൻ ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ 74% കൂട്ടി. അപ്പോൾ കുറച്ച് വർഷം മുമ്പ് വരെ ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിയിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. ഫോറിൻ കമ്പനികൾക്ക് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കംപ്ലീറ്റ്ലി ഫൊർബിഡൻ ആയിരുന്നു. പക്ഷേ ആ കാരണം കൊണ്ട് നമ്മൾക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടായി. എന്ന് വെച്ചാൽ ടെക്നോളജി പ്രോപ്പർലി നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഡൊമസ്റ്റിക് കമ്പനികൾക്ക് വേണ്ട സമയത്തിനുള്ളിൽ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫോറിൻ നോ ഹൗ, ഫോറിൻ ക്യാപിറ്റൽ വരാനായിട്ടാണ് നമ്മൾ FDI അലൗ ചെയ്തത്. അത് ചെയ്ത കാരണം നമ്മൾക്ക് കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കുറെ പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറെ പുതിയ ടെക്നോളജീസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ അമൗണ്ട് അപ് ടു 74% അലൗ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ കാരണവശാൽ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിൽ നമ്മളുടെ പ്രൈവറ്റ് ഡിഫൻസ് സെക്ടറിലേക്ക് വരുന്ന ക്യാപിറ്റൽ ഇൻഫ്ലോ 61 ടൈംസ് ആണ് കൂടി ഓർക്കുന്നത്. എന്ന് വെച്ചാൽ കുറെ ക്യാപിറ്റൽ വരുന്നുണ്ട് ഇന്ത്യൻ പ്രൈവറ്റും ഫോറിൻ പ്രൈവറ്റ് കമ്പനീസിൽ നിന്ന്. ആൻഡ് ആസ് എ റിസൾട്ട് വി ആർ ഏബിൾ ടു ഡെവലപ്പ് ബെറ്റർ ടെക്നോളജീസ് ഫാസ്റ്റർ ദാൻ ബിഫോർ. നെക്സ്റ്റ് വി ഹാവ് സ്പേസ് ന്യൂസ്. അപ്പോൾ സ്വീഡൻ ഇസ്രോയുടെ വീനസ് ഓർബിറ്റർ മിഷൻ ജോയിൻ ചെയ്തു. അതിന്റെ ഒഫീഷ്യൽ പേരാണ് ശുക്രയാൻ. ശുക്ര എന്ന് പറഞ്ഞാൽ വീനസ്, യാൻ എന്ന് പറഞ്ഞാൽ വെസൽ. അപ്പോൾ വീനസിന്റെ അറൌണ്ട് ഓർബിറ്റ് ചെയ്തിട്ട് വീനസിന്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഇസ്രോ. അപ്പോൾ സ്വീഡൻ ഒഫീഷ്യലി സൈൻഡ് ടു പ്രൊവൈഡ് എ സയന്റിഫിക് പേലോഡ് ഫോർ ഇസ്രോസ് അപ്കമിംഗ് വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രയാൻ. അപ്പോൾ ഈ ഓർബിറ്റിംഗ് സ്പേസ് പ്രോബിൽ ഈ വീനസിന്റെ അറൌണ്ട് ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനുള്ളിൽ കുറെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും സയന്റിഫിക് ഒബ്സർവേഷൻസ് ചെയ്യാനായിട്ട്. ക്യാമറാസ് ഉണ്ട്, സ്പെക്ട്രോമീറ്റേഴ്സ് ഉണ്ട്, മാഗ്നറ്റോമീറ്റേഴ്സ് ഉണ്ട്, പല ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാനായിട്ട്. അതിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത് സ്വീഡൻ ആണ്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് നമ്മളുടെ ശുക്രയാനിലേക്ക് അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ വീനസിലേക്ക് വിടാൻ പോണത്. The partnership will focus on studying Venus's atmospheric chemistry and plasma environment. നമ്മളുടെ സോളർ സിസ്റ്റമിലത്തെ ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള പ്ലാനറ്റ് വീനസ് ആണ്, മെർക്യൂറി അല്ല. കാരണം വീനസിന്റെ അറ്റ്മോസ്ഫിയർ 99% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ കാരണം കൊണ്ട് അവിടെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വളരെ വളരെ സിവിയർ ആയ കാരണം സർഫസ് ടെമ്പറേച്ചർ വളരെ വളരെ ഹൈ ആണ്, സർഫസ് പ്രഷറും വളരെ വളരെ ഹൈ ആണ്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രോബ് അവിടേക്ക് വിടാൻ പോണത്. അടുത്ത ന്യൂസ് എൻവയറമെന്റൽ ന്യൂസ് ആണ്. ജാർഖണ്ഡ് ഇസ് ടു എസ്റ്റാബ്ലിഷ് ഇന്ത്യാസ് ഫസ്റ്റ് ടെക് ഡ്രിവൻ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് സെന്റർ. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ്ലി 20 to 22,000 വൈൽഡ് എലിഫന്റ്സ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അരിക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ എലിഫന്റ്, ഒരു ടസ്കർ ആണ്. അവന്റെ നോർമൽ ഹോം റേഞ്ചിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോയതും കുറച്ച് ഡാമേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹ്യൂമൻസും എലിഫന്റ്സും സെയിം റിസോഴ്സസ് ആണ് നോക്കുന്നത്. അവർക്ക് രണ്ട് സ്പീഷീസിനും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. They require food and they require space to live in. അപ്പോൾ അത് കാരണം these animals come into contact and they come into conflict. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺടാക്ട് ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ഡാമേജ് മിനിമൈസ് ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അത് എലിഫന്റ്സ് ആണെങ്കിലും അത് ഹ്യൂമൻസ് ആണെങ്കിലും അതിനായിട്ടാണ് നമ്മൾ ഈ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് സെന്റർ ഡെവലപ്പ് ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജാർഖണ്ഡ് ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ യൂസിങ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ദേ വിൽ മിറ്റിഗേറ്റ് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ നമ്മൾ ഈ എലിഫന്റ്സിന് റേഡിയോ ടാഗ്സും GPS യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് ഒരു ഹ്യൂമൻ സെറ്റിൽമെന്റിന് അടുത്ത് വരാണെങ്കിൽ നമ്മൾക്ക് ഇൻഫർമേഷൻ മുമ്പ് തന്നെ കിട്ടും. അത് കാരണം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ പ്രിപ്പറേഷൻ കാരണം ഈ എലിഫന്റ്സിനും ഹ്യൂമൻസിനും ഉണ്ടാവുന്ന ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡെത്ത്സ് നമ്മൾക്ക് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതാണ് അതിന്റെ പിന്നിലത്തെ ഐഡിയ. So that was the news for today. I'll be coming back with more news for the coming day. Thank you.